ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ നോട്ട് എഴുതുമായിരുന്നു അല്ലേ? നമ്മൾ അർത്ഥം എഴുതി, വിപരീതപദം എഴുതി, പര്യായപദം എഴുതി. എല്ലാവരും നോട്ട് എഴുതി തീർന്നായിരുന്നോ? എനിക്ക് കുറച്ച് പേരുടെ നോട്ട് അയക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് പേരെ അയച്ചിട്ടുള്ളൂ. ടെസ്റ്റ് പേപ്പറൊക്കെ ഏകദേശം എല്ലാവരും തന്നെ എഴുതി. നോട്ട്സ് നിങ്ങൾ പെൻഡിങ് ആക്കല് കേട്ടോ. കുറേ എഴുതി കഴിഞ്ഞിട്ട് കുറേ ദിവസത്തെ ഒന്നിച്ച് എഴുതി കഴിഞ്ഞിട്ട് മിസ്സിന് അയച്ച് തരുമ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫോണിലല്ലേ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ മാക്സിമം അന്നന്നത്തെ നോട്ട് എഴുതി തീർത്ത് മിസ്സിന് അയച്ചു തരണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നും നോട്ടുണ്ട്. 2 ദിവസം കൂടെ നോട്ട് എഴുതിയാൽ 2 ക്ലാസ് കൂടെ നോട്ട് എഴുതിയാലേ തീരത്തുള്ളൂ. ഇത് ഇച്ചിരി വലിയ പാഠമാണ്. പാഠത്തിൽ കുറച്ചേറെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇത് എഴുതി തീർക്കുക കേട്ടോ. പിന്നെ നമുക്ക് ക്ലാസ് നോക്കാം. പിരിച്ചെഴുതുക. നമ്മൾ പഠിക്കുന്നത് പിരിച്ചെഴുതുക, വിഗ്രഹിക്കുക, ചേർത്തെഴുതുക, നാനാർത്ഥം. പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും വിഗ്രഹിക്കുക എന്നാണെന്നറിയാം അല്ലേ? നാനാർത്ഥം അതൊരു പുതിയ കാര്യമാണ്. ആ പുതിയ കാര്യം നമുക്കിന്ന് പഠിക്കാം. പിരിച്ചെഴുതുക. അവൻ, ആ പ്ലസ് അൻ. വേട്ടയാടി, വേട്ട പ്ലസ് ആടി. വളരെയധികം, വളരെ പ്ലസ് അധികം. കരിയില, കരി പ്ലസ് ഇല. കൂട്ടിയുരസി, കൂട്ടി പ്ലസ് ഉരസി. കൂട്ടമായി, കൂട്ടം പ്ലസ് ആയി. ചുട്ടെടുത്ത്, ചുട്ട് പ്ലസ് എടുത്ത്. നിങ്ങൾക്കിപ്പം ഏകദേശം പിരിച്ചെഴുതാൻ ഒരു വാക്ക് കേട്ടാൽ പിരിച്ചെഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്താ അതിൻ്റെ ആൻസർ എന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്നില്ലേ? ഇതിനകത്ത് ഇപ്പം അവൻ, ആ പ്ലസ് അൻ, അത് മാത്രമേ ഒരു കൺഫ്യൂഷൻ വാക്കുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം അവൻ, ആ പ്ലസ് അൻ, അത് നിങ്ങൾ പഠിക്കുക. അവൻ, ആ പ്ലസ് അൻ. അടുത്തത് വേട്ടയാടി, വേട്ട പ്ലസ് ആടി. വളരെയധികം, വളരെ പ്ലസ് അധികം. കരിയില, കരി പ്ലസ് ഇല. കൂട്ടിയുരസി, കൂട്ടി പ്ലസ് ഉരസി. കൂട്ടമായി, കൂട്ടം പ്ലസ് ആയി. ചുട്ടെടുത്ത്, ചുട്ട് പ്ലസ് എടുത്ത്. എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ മിസ് ഇത്രയും സ്പീഡിൽ വിടുന്നത്. സിമ്പിളാണ്. ആ പ്ലസ് അവൻ, അവൻ, ആ പ്ലസ് അൻ, അത് മാത്രമൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് മതി. ഇനി അടുത്തത് വിഗ്രഹിക്കുക. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വിപുലീകരിച്ചത്. ഇര തേടൽ, ഇരയെ തേടൽ. ഇരയെ തേടുന്നതിനാണ് ഇര തേടൽ എന്ന് പറയുന്നത്. മരച്ചുവട്, മരത്തിൻ്റെ ചുവട്. കായ്ക്കനികൾ, കായും കനിയും. കായ് എന്നാന്നറിയാമല്ലോ അല്ലേ? ഓരോ മരത്തിലൊക്കെ ഉണ്ടാകുന്ന കായ്കൾ. കനി എന്ന് പറഞ്ഞാൽ പഴങ്ങൾ, ഫ്രൂട്ട്സ്. അപ്പം കായ്കനികൾ, കായും കനിയും, കായും പഴവും. കരിയില, കരിഞ്ഞ ഇലയാണ്. കരിഞ്ഞ ഇലയാണ് നമ്മൾ കരിയില എന്ന് പറയുന്നത്. വന്യജീവി, വനത്തിലെ ജീവി. വനത്തിലെ ജീവി എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് പറയുന്നതാണ് വന്യജീവി. മരക്കമ്പ്, മരത്തിൻ്റെ കമ്പ്. പാചകകല, പാചകം എന്ന കല. ഒന്നുകൂടെ നോക്കിക്കേ. ഇര തേടൽ, ഇരയെ തേടൽ. മരച്ചുവട്, മരത്തിൻ്റെ ചുവട്. കായ്കനികൾ, കായും കനിയും. കരിയില, കരിഞ്ഞ ഇല. വന്യജീവി, വനത്തിലെ ജീവി. മരക്കമ്പ്, മരത്തിൻ്റെ കമ്പ്. പാചകകല, പാചകം എന്ന കല. ഇപ്പം തന്നെ പഠിച്ചു പോകും കേട്ടോ. കാരണം ഇപ്പം തന്നെ പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇര തേടൽ, ഇരയെ തേടൽ. മരച്ചുവട്, മരത്തിൻ്റെ ചുവട്. കായ്കനികൾ, കായും കനിയും. കരിയില, കരിഞ്ഞ ഇല. വന്യജീവി, വനത്തിലെ ജീവി. മരക്കമ്പ്, മരത്തിൻ്റെ കമ്പ്. പാചകകല, പാചകം എന്ന കല. ഇനി നമ്മൾ പുതിയൊരു ടേമ പഠിക്കാൻ പോകുന്നത് നാനാർത്ഥം. നാനാർത്ഥം എന്ന് പറഞ്ഞ് നാനാവിധത്തിലുള്ള അർത്ഥം, അതായത് പലതരത്തിലുള്ള അർത്ഥം. ഒരു വാക്കിന് പല അർത്ഥം ഉണ്ടാവും. ഒരർത്ഥമുള്ള പല വാക്കും ഉണ്ടാവും അല്ലേ? പര്യായം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം വരുന്ന പല വാക്കുകളാണ് പര്യായം. പക്ഷേ നാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് തന്നെ പല അർത്ഥത്തെ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വാക്കുകളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്കത് പല സന്ദർഭത്തിൽ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. ഇപ്പം നാനാർത്ഥം. മൂലം, മൂലത്തിന് 2 അർത്ഥമുണ്ട്. മൂലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കല്ല. മൂലം എന്ന വാക്കിന് 2 അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കും. ഒരർത്ഥം കാരണം,
മൂലം എന്ന് പറഞ്ഞാൽ കാരണം. ആ കാരണം മഴ മൂലം കളി മാറ്റി വെച്ചു, അങ്ങനെ നമ്മൾ പറയാത്തില്ലേ? മഴ മൂലം കളി മാറ്റി വെച്ചു, ക്രിക്കറ്റ് കളിയൊക്കെ മാറ്റി വെച്ചു. അപ്പം മഴ കാരണം കളി മാറ്റി വെച്ചെന്നർത്ഥം. അപ്പം മൂലം എന്ന് പറഞ്ഞാൽ കാരണം എന്നൊരർത്ഥമുണ്ട്. ഇനി മറ്റൊന്ന് വേര്. ഒരു വൃക്ഷത്തിൻ്റെയൊക്കെ വേരിന് മൂലമെന്ന് പറയും. നമ്മളങ്ങനെ സാധാരണ കേട്ടിട്ടുള്ളതല്ല. കാരണം എന്നുള്ള മീനിങ്ങിൽ നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ട്. പക്ഷേ വേര് എന്നുള്ള അർത്ഥത്തിൽ മൂലം ഉപയോഗിക്കുന്ന നമ്മൾ വളരെ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളൂ. പണ്ടുള്ള കാലത്തെ ആൾക്കാരൊക്കെ പറയായിരുന്നു മൂലം, വേര്. അങ്ങനെ രണ്ടർത്ഥത്തിൽ മൂലം ഉപയോഗിക്കും. ഇനി അടുത്തത് മൃഗം. മാൻ എന്ന അർത്ഥത്തിൽ മൃഗം ഉപയോഗിക്കും. പക്ഷെ നമ്മൾ സാധാരണ മൃഗമെന്ന് ഉപയോഗിക്കുന്നത് എന്നതാ? നാൽക്കാലി മൃഗം അല്ലേ? മൃഗം ഒരർത്ഥം മാന്, മറ്റൊരു അർത്ഥം നാൽക്കാലി മൃഗം. അത് ശരിയാണ്. നാൽക്കാലി മൃഗം, അത് 4 കാലുള്ള ജീവിക്ക് നമ്മൾ മൃഗമെന്ന് പറയും അല്ലേ? അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലേ? ശരിയാണ്. നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന പട്ടി, പൂച്ച, ആട്, പശു, ഇതിനെല്ലാം നമ്മൾ എന്ത് പറയും? മൃഗമെന്ന് പറയും. 4 കാലുള്ള ജീവിക്ക് പറയുന്ന പേരാണ് മൃഗം. ആ അർത്ഥത്തിൽ നമ്മൾ മൃഗം എന്നുപയോഗിക്കും. പക്ഷേ മാൻ എന്നതിന് പകരവും മൃഗം എന്നുപയോഗിക്കും. പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല. മാനിന് മാനെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മുടെ സംസാര ഭാഷയിൽ നമ്മൾ മാനിന് മാൻ എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലാതെ മൃഗം. പക്ഷേ മാൻ എന്ന ജീവിയുടെ പേരിന് മൃഗം എന്നുകൂടി ഉപയോഗിക്കും. മൃഗം എന്ന് പറഞ്ഞാൽ മാനെന്നും ഒരർത്ഥമുണ്ട്. 4 കാലുള്ള ജീവി ആയിട്ടല്ല മാനെ കാണുന്നത്. മാൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ മൃഗം എന്നും പറയും. പക്ഷേ അതൊന്നും സംസാര ഭാഷയിൽ അത് ഉപയോഗിക്കാറില്ല. നമ്മൾ മാനെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത്, അപ്പം നാനാർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു വാക്ക് തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനെയാണ് നാനാർത്ഥം എന്ന് പറയുന്നത്. നാനാർത്ഥം, നാനാവിധത്തിലുള്ള അർത്ഥം, പല വിധത്തിലുള്ള അർത്ഥം, അതാണ് നാനാർത്ഥം. ഇനി അടുത്തത് ചേർത്തെഴുതുക. അറിയാലോ, പിരിച്ചെഴുതി കിട്ടിയേക്കുന്ന ഒരു വാക്കിനെ, അതായത് പ്ലസ് ഇട്ട് കിട്ടിയേക്കുന്ന ഒരു വാക്കിനെ അതിനെ കൂട്ടിച്ചേർത്തെഴുതുക, ചേർത്തെഴുതുക. ആവശ്യം പ്ലസ് കൾ, ആവശ്യങ്ങൾ. ആവശ്യം പ്ലസ് കൾ, ആവശ്യങ്ങൾ. മരം പ്ലസ് കൾ, മരങ്ങൾ. മരം പ്ലസ് കൾ, മരങ്ങൾ. മൃഗം പ്ലസ് കൾ, മൃഗങ്ങൾ. മനസ്സിലായോ? ആവശ്യം പ്ലസ് കൾ, ആവശ്യങ്ങൾ. മരം പ്ലസ് കൾ, മരങ്ങൾ. മൃഗം പ്ലസ് കൾ, മൃഗങ്ങൾ. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമുക്ക് നോട്ട് എഴുതാനുള്ള. ഇത്രയും കാര്യങ്ങളാണ്. അതായത് പിരിച്ചെഴുതുക, വിഗ്രഹിക്കുക, നാനാർത്ഥം, ചേർത്തെഴുതുക. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതി മിസ്സിന് അയച്ചു തരിക. നിങ്ങളിങ്ങനെ നോട്ട് പെൻഡിങ് ആക്കരുത്. പിന്നെ നിങ്ങൾ സമയം കിട്ടുന്ന പോലെ എഴുതി പഠിക്കണം. ഈ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ മിസ്സ് ടെസ്റ്റ് പേപ്പർ ഇടും. അപ്പോൾ എല്ലാവരും അന്നന്നത്തെ പാഠഭാഗം പഠിച്ചു പോകുക. ഓക്കേ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.